ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. സോ നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടു കാണും, ചെവിയിലൊക്കെ കടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും. നമ്മുടെ അഫ്സൽ, ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിനകത്ത് പറഞ്ഞ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന് പറഞ്ഞ അഫ്സലിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് കുറച്ച് മുന്നേ ഞാൻ കേൾക്കാനിടയായി. സോ അതിനകത്ത് പുള്ളിയുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ജാസ്മിൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നൊന്നും മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പുള്ളി പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമേ ഇതിനെക്കുറിച്ച് പുള്ളിക്ക് ഇനി എന്തെങ്കിലും പറയാൻ പറ്റൂ. വിവാഹത്തിൻ്റെ കാര്യം പോലും പുറത്ത് ജാസ്മിൻ വന്നതിന് ശേഷം എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നതിന് ഒരു വ്യക്തത വന്നതിന് ശേഷം മാത്രമേ താൻ എന്തായാലും ആലോചിക്കുന്നുള്ളൂ എന്നൊക്കെയാണ് അഫ്സൽ ആ വീഡിയോയിൽ പറയുന്നത്. വിവാഹ നിശ്ചയം വളരെ രഹസ്യമായിട്ട് കുറച്ച് ബന്ധുക്കൾ മാത്രം അറിയുന്ന രീതിയിൽ നടത്തിയിരുന്നു എന്നൊക്കെ അഫ്സൽ പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നിർബന്ധം പിടിച്ചത് ജാസ്മിൻ ആണ് എന്നൊക്കെയാണ് അഫ്സൽ പറയുന്നത്. പുറത്തെ കാര്യങ്ങളാണ്, പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു ചർച്ച ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സംശയം അത് തന്നെയാണ്. എന്ന് വെച്ചാൽ ജാസ്മിൻ പുറത്ത് കമ്മിറ്റഡ് ആണെങ്കിൽ ഓക്കെ, ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലത് തന്നെ, നമ്മളാരും അതിനകത്ത് സദാചാരം ഒന്നും പറയുന്നൊന്നും അല്ല. പക്ഷേ എങ്കിലും ഒരു ബാരിയർ വയ്ക്കണ്ടേ, ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും രണ്ട് വ്യത്യസ്തരായ ആളുകളാണ്. ഇതൊരു റിയാലിറ്റി ഷോ മാത്രമാണ്. അപ്പോൾ പുറത്തൊരു ലൈഫും അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരനും ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു വിവേകവും വകതിരിവും ജാസ്മിൻ കാണിക്കേണ്ടതല്ലേ എന്നുള്ളതാണ്. ഗബ്രിയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്നോ അല്ലെങ്കിൽ ഈവൻ കോംബോ കളിക്കേണ്ടെന്നോ പോലും നമ്മൾ പറയുന്നില്ല. ഒക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ എപ്പോഴും പോയിട്ട് അടുത്തിരിക്കുക, കയ്യിൽ കടിക്കുക, തോളി കടിക്കുക, ചെവിയിൽ കടിക്കുക, എപ്പോഴും അതാവുമ്പോൾ പിന്നെ എപ്പോഴും പോയിട്ട് ഉമ്മ കൊടുക്കുക, ഹഗ് ചെയ്യുക. നമ്മളും ഒക്കെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പല തലങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച മനുഷ്യർ തന്നെയാണ്. പക്ഷെ നമ്മുടെ ലൈഫിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് വരുന്ന സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് ബൗണ്ടറീസ് ഉണ്ട്. അത് നമ്മൾ കീപ്പ് ചെയ്യാതെ വരുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ജാസ്മിൻ ആരെ കല്യാണം കഴിച്ചാലും, ആരെ പ്രേമിച്ചാലും, ആരെ കെട്ടിപ്പിടിച്ചാലും, ഉമ്മ വെച്ചാലും, കടിച്ചാലും ഒന്നും നമുക്കിവിടെ ആർക്കും യാതൊരു പ്രശ്നവുമില്ല. അവരുടെ ഫാമിലിയാണ് ഒരു അർത്ഥത്തിൽ വിഷമിക്കുന്നത്. അവർ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. നമ്മളാരുമല്ല പുറത്തു വിട്ടത്, അയാൾ തന്നെ റെക്കോർഡ് ചെയ്ത് പുറത്തു വിട്ടൊരു ഓഡിയോ ക്ലിപ്പാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ ചിന്തിക്കേണ്ടത് ജാസ്മിൻ ആയിരുന്നു. അപ്പോൾ ജാസ്മിൻ ആണ് മനസ്സിലാക്കേണ്ടിയിരുന്നത് പുറത്തെ ലൈഫിനെ കുറിച്ച്. 100 ദിവസത്തെ ബിഗ് ബോസ് റിയാലിറ്റി ഷോ മാത്രമല്ല, അതിന് പുറത്തും നമുക്കൊരു ലൈഫ് ഉണ്ട് എന്ന് ചിന്തിക്കേണ്ടത് ജാസ്മിനാണ്. അല്ലാതെ സമൂഹത്തിനെ കുറ്റം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഇത് ചൂണ്ടിക്കാണിക്കുന്നവരെ കുറ്റം പറഞ്ഞതുകൊണ്ടോ തൻ്റെ പ്രവൃത്തിയിൽ തെറ്റായ യാതൊന്നുമില്ല എന്ന് ജാസ്മിൻ പറഞ്ഞതുകൊണ്ടോ മാത്രം ഇതിനൊരു പ്രശ്നപരിഹാരമാവുന്നില്ല. കാരണം നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചൊരു റിയാലിറ്റി ഷോയിൽ ചെയ്യുമ്പോൾ അതിനകത്ത് ഓഡിയൻസ് ഇൻവോൾവ് ആണ്. അവരുടെ വോട്ട് കൊണ്ടാണ് നിങ്ങൾ അവിടെ നിൽക്കേണ്ടി വരുന്നത്. അപ്പം നിങ്ങളെ സ്നേഹിക്കുന്നത് ഒരു 100-ൽ 70% ഓഡിയൻസ് നിങ്ങളെ സ്നേഹിച്ചാൽ പോലും 30% നിങ്ങളെ വിമർശിക്കാൻ അപ്പുറത്തുണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ 30% ഇത് തന്നെയായിരിക്കും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതൊരു റിയാലിറ്റി ഷോ ആണ്. ഇത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ ജഡ്ജിയുമാണ്. അപ്പം ഞാൻ ആ ഉദ്ദേശത്തോടെ അല്ല അത് ചെയ്തതെന്ന് പറഞ്ഞാലും സമൂഹത്തിൽ എല്ലാവരും അത് ഉൾക്കൊള്ളാനൊന്നും തയ്യാറാവില്ല. കുറഞ്ഞ പക്ഷം ഇപ്പോൾ അഫ്സൽ എന്ന് പറയുന്നത് ജാസ്മിനുമായി പ്രണയത്തിലായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന പയ്യനാണല്ലോ. അയാളുടെ വീഡിയോയിൽ അയാൾ തന്നെ പറയുന്നുണ്ട് അയാൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന്. അപ്പൊ ജാസ്മിനെ അടുത്തറിയാവുന്ന, സ്നേഹിക്കുന്ന, വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരന് പോലും ഇതൊന്നും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയുന്നില്ല എങ്കിൽ, ജാസ്മിന് ജന്മം നൽകിയ പിതാവിന് പോലും ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ, അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് അദ്ദേഹത്തിന് പോലും ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്ന് മുൻപുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം താങ്കളെ ഫോണിൽ വിളിക്കുകയും ഇതേക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ സ്വന്തം ഫാമിലിക്കും അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനും പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി ഇതിനെയൊക്കെ ഉൾക്കൊള്ളുക? നമ്മുടെ സമൂഹത്തിന്റെ പരിച്ഛേദമല്ലേ ബിഗ് ബോസ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തികൾ തുടർച്ചയായിട്ട് ജാസ്മിൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെതായ നെഗറ്റീവ് പുറത്തു വരും. ഇൻഡിവിജ്വലായിട്ട് കളിച്ചിരുന്നുവെങ്കിൽ വളരെ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷേ ഈ ഒരു കോംബോ സത്യത്തിൽ ജാസ്മിന് നെഗറ്റീവ് ഉണ്ടാക്കും. ഇനിയിപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പ്രണയിക്കുന്ന രണ്ടുപേരാണെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ലെന്ന് വയ്ക്കാം. കാരണം നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. തീർച്ചയായിട്ടും അതിനകത്ത് കുറച്ചും കൂടെ നിങ്ങൾക്ക് യുക്തിപരമായ ഒരു നിലപാടാണെന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷെ നിങ്ങൾ ഓൾറെഡി പുറത്ത് രണ്ടുപേരും കമ്മിറ്റഡ് ആണ്, നിങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ്. അപ്പോൾ പുറത്തൊരു ലൈഫും ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും പുറത്തെ ജീവിതത്തെ അത് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കാനിടയുണ്ട്. ഇത് പറയുന്ന നാട്ടുകാർക്കോ എനിക്കോ ഒന്നും ഒരു പ്രശ്നമില്ല. ഇതെല്ലാം നേരിടേണ്ടി വരുന്ന നിങ്ങളാണ്. നാട്ടുകാർ പറഞ്ഞിട്ടോ റിവ്യൂവേഴ്സ് അഭിപ്രായം പറഞ്ഞിട്ടോ അല്ല അഫ്സൽ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിരിക്കുന്നത്. അയാൾക്ക് തോന്നിയ കാര്യങ്ങൾ, അയാളുടെ ഫീലിങ്സ് ആണ് അയാൾ പറയുന്നത്. നിങ്ങളുടെ ഫാദർ പറഞ്ഞത് നാട്ടുകാർ പറഞ്ഞതുകൊണ്ടോ റിവ്യൂവേഴ്സ് പറഞ്ഞത് കേട്ടിട്ടോ അല്ല. അവർക്കൊക്കെ അത് ഒരു മോശം പ്രവൃത്തിയായി തോന്നിയത് കൊണ്ടാകണമല്ലോ. മനസ്സിലാക്കിയാൽ ജാസ്മിന് തന്നെ കൊള്ളാം. ഒരു അച്ഛനെന്ന നിലയിൽ നിങ്ങളുടെ ഫാദർ ചെയ്യാവുന്ന മാക്സിമമാണ് നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അതായത് ബിഗ് ബോസിന്റെ നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് പുള്ളി വിളിച്ചത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ടും
നിങ്ങളത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ലതാണെങ്കിലും ദോഷമാണെങ്കിലും അതിന് ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്.